ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പെയിന്റ് പാലറ്റ് ചെയ്തെടുത്താലോ. ഇതിനു മുന്നായിട്ട് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് തന്നെ ട്രിങ്കറ്റ് ഡിഷും അതുപോലെ പിൻട്രസ്റ്റി കപ്പ് ആൻഡ് സസറൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പെയിന്റ് അടിച്ച വെർഷനൊക്കെ വഴിയെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ലൈക്കും കൂടെ തരിക. ആദ്യം ഹോം മെയ്ഡ് ക്ലേനെ ഇടിച്ച് പരത്തിയെടുക്കുക. എന്നിട്ടൊരു പേപ്പറിൽ പെയിന്റ് പാലറ്റിന്റെ ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ക്ലേൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി ആ കട്ട് ചെയ്ത സംഭവത്തിനെ ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തിട്ട് വേറൊരു പേപ്പറിൽ വെച്ചിട്ട് ഒന്നും കൂടി സ്മൂത്ത് ആക്കി എടുക്കുക. അപ്പോൾ അത് പേപ്പറിൽ വെച്ചത് നമ്മൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അവിടുത്തെ ക്ലേ ഇടുന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കുക. ഇനി സെയിം ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മെഷർ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മണ്ണ് സ്പൂൺ വെച്ചിട്ട് എടുത്ത് മാറ്റുക. ബാക്കി പോർഷൻ നമ്മളൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ സർക്കിളും ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ഒന്ന് വാട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെയിന്റ് പാലറ്റ് ഇവിടെ റെഡി ആയിട്ട് വരും. അങ്ങനെ ഡീറ്റെയിലിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിനൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണമല്ലോ. അപ്പോൾ വെയിലത്തൊന്നും കൊണ്ടേ വെക്കണ്ട, തന്നെ ഇരുന്ന് ഡ്രൈ ആയിക്കോളും. നമ്മുടെ ക്ലേ ഐറ്റംസിൻ്റെ പെയിന്റ് അടിച്ച വേർഷൻസ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. അപ്പോൾ വീഡിയോസൊക്കെ മിസ്സാവാതെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ലൈക്ക് ബട്ടൺ അത് മറക്കണ്ട. സോ അത്രേ ഉള്ളൂ. ബൈ ബൈ.